സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു മുൻവൈരാഗ്യത്തോടു കൂടി എന്നെ ആക്രമിച്ചിട്ടുള്ളതാണ്. സത്യത്തിൽ നിസ്സാര പ്രശ്നമാണ്. വെള്ളം ഒഴുകി പോകാതെ തന്നെ അവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, മണ്ണിട്ട് പൊക്കിയിട്ടുണ്ട്. അപ്പം അത് ഇവിടെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിനെ തടഞ്ഞ മതിലിന്റെ സൈഡിലേക്ക് കെട്ടി നിൽക്കും, മതിലിടിയും. അപ്പം അതൊന്ന് സൂചിപ്പിച്ചതാണ്. അപ്പം അത് കൗൺസിലർ എന്ന് പറയുന്നത് ആ സ്ത്രീയാണ്. അവരെയും വിളിച്ചിട്ടാണ് നിന്ന് സംസാരിച്ചത്. പക്ഷെ അവർ പറഞ്ഞാൽ അയാളുടെ വീടിന്റെ മുറ്റത്താണ്, അയാളുടെ വീട് ഇതിന്റെ പുറകിലാണ്, ഇത് ഗേറ്റാണ്. ഈ ഗേറ്റിന്റെ മുന്നിൽ എന്ന് പറയുന്നത് പഞ്ചായത്ത് വഴിയാണ്, അവിടെയാണ് മണ്ണിട്ട് പൊക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ മണ്ണിട്ട് പൊക്കിക്കോളാൻ പറഞ്ഞു. പഞ്ചായത്ത് റോഡിൽ മണ്ണിട്ട് പൊക്കാൻ നമുക്ക് അധികാരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊരു കൗൺസിലറെ അവർക്കും ബോധ്യമില്ല. അത് ചോദിച്ച് ഞാൻ പറഞ്ഞു ഇയാൾക്ക് എന്നോട് മുൻവൈരാഗ്യമുണ്ട്, അത് തീർക്കുന്നതാണ് ഇപ്പോൾ ഈ അവസരത്തിൽ എന്ന് പറഞ്ഞ് അയാൾ എന്നെ മുന്നേ ശല്യം ചെയ്ത കാര്യം ഞാൻ അവിടെ പബ്ലിക്കായിട്ട് പറഞ്ഞു. അത് പുറത്തറിയുമെന്ന് പറഞ്ഞിട്ട് അയാളെ മാനം പോകുമല്ലോ എന്നോർത്ത് അയാളെ കയ്യിലിരിക്കുന്ന ആ കൂർത്തായത് കൊടുത്തിട്ട് എന്നെ ഒരു കുത്ത് ഇവിടെ കുത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ എന്നെ ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ വീണ്ടും കുത്താൻ ഫേസിലോട്ടാണ് വന്നത്. അപ്പം ഞാൻ തിരിഞ്ഞു കളഞ്ഞു. ശരിക്കും അയാൾ ആ ഒരു കുത്തിൽ എൻ്റെ ജീവൻ വരെ പോകേണ്ടതാണ്. എന്നിട്ടിപ്പോൾ അത് വധശ്രമമല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? പോലീസ് കേസെടുത്തിരിക്കുന്നത് 118 ആണ്. ഇപ്പൊ 118 ആണ്. അപ്പൊ അത് ചോദിച്ച് ഞാൻ രാവിലെ ചെന്നിരുന്നു, എന്തുകൊണ്ടാണ് 118? വധശ്രമമാണ്, എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ്. അപ്പൊ അവർ പറയണത് സുപ്പീരിയറിനോട് ചോദിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയണത്. പിന്നെ മാത്രമല്ല ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ അടുത്ത് ചോദിച്ച് മൊഴിയെടുത്തതിന് ശേഷം മാത്രമാണ് അത് അവർക്ക് സെക്ഷൻ മാറ്റാൻ പറ്റുള്ളൂ എന്ന് പറയണം. ഒരു സ്ത്രീയെ പബ്ലിക്കായിട്ട് പൊതുനിരത്തിൽ വെച്ചിട്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് അത് വധശ്രമം അല്ല എന്ന് പറയുന്ന സ്റ്റേഷൻ അത് മുനമ്പം സ്റ്റേഷനാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് വേറെ ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് അത് കണ്ടിട്ട് എന്താണ് മനസ്സിലായത്? എന്നെ തലോടാനാണോ അത് വെച്ചിട്ട് അയാൾ കഴുത്തിന് കുത്തിയത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുറിവുകൾ എന്താണ്? എനിക്ക് എൻ്റെ ഒരു സൈഡ് അനക്കാൻ പറ്റുന്നില്ല. മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷെ എനിക്കിവിടെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തൃശ്ശൂർക്ക് പോവുകയാണ്. അവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. പോലീസ് ഇപ്പോൾ വീണ്ടും വന്ന് മൊഴി രേഖപ്പെടുത്തി. ഇപ്പോഴാണ് എൻ്റെ മൊഴി എടുക്കാതെയാണ് അവർ FIR ഇട്ടത്. മറ്റേ പല രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും പല ഇടപെടലുകളും കൊണ്ട് അവർ ഇട്ടിരിക്കുന്ന FIR 118 ആണ്. അത് പറ്റില്ലല്ലോ. എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ്. അതും ഈ പൊതുനിരത്തിലിട്ട് പബ്ലിക്കായിട്ട് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അത് വധശ്രമമല്ലേ ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വധശ്രമത്തിന് കേസെടുക്കണം. എൻ്റെ ആവശ്യം അതാണ്. നിലവിൽ ഇപ്പോൾ ജാമ്യം കിട്ടുന്ന അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യം അല്ലെങ്കിൽ മുനിസിപ്പലിന് ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് ഉള്ളത്. അതെ, അങ്ങനെയാണോ വേണ്ടത്? ഇതുവരെ ഒരു പ്രശ്നം നടന്നിട്ട് അങ്ങനെയാണോ വേണ്ടത്? എനിക്കിവിടെ സപ്പോർട്ടായിട്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ എല്ലാവരും ഒരു കെട്ടാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒറ്റയ്ക്കൊരു സ്ത്രീ താമസിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. ഈ സണ്ണി എന്ന വ്യക്തിയോട് നിങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു? ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അയാൾ തമ്മിൽ മുന്നേ പ്രശ്നമൊന്നുമില്ല. അയാളുടെ ഒരു എന്താ പറയുക, അയാളുടെ ഒരു ഇഷ്ടത്തിന് എന്നെ കിട്ടാത്തതിൻ്റെ ഒരു വൈരാഗ്യം എന്നോടും ഉണ്ട്. ആ രീതിയിൽ പല രീതിയിൽ അയാൾ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും രാത്രികാലങ്ങൾ സംസാരിക്കുകയും ഒക്കെ ഒരുപാട് അയാൾ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. നേരിട്ടും ഫിസിക്കലിയും അയാൾ ആ രീതിയിൽ പല രീതിയിൽ അയാൾ അങ്ങനെ ഒരു മോട്ടീവ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് സാക്ഷികളുമുണ്ട്. ഇത് പറഞ്ഞതിന്റെ പേരിലായിരുന്നു കുത്തലുണ്ടായത്. അതിന് ശേഷം നാളെ മേലാൽ ഈ രീതിയിൽ പെരുമാറരുതെന്ന് പറഞ്ഞതിന് ശേഷം തന്നെയാണ് അയാൾ ഒരു 4-5 മാസം അയാൾ മാറി നിന്നു. പിന്നെ അതിന് ശേഷം അയാൾ ഓരോരോ ആവശ്യങ്ങളായിട്ടിട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. മതിൽ ചെരിഞ്ഞു, മതിൽ പൊളിക്കണം, അത് കെട്ടണം, ഇവിടെ കെട്ടണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, പല ആവശ്യങ്ങൾ. മതിൽ വീണിട്ടൊന്നുമില്ല. മതിൽ ഞാൻ മേടിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വീണിട്ടുള്ളൊരു മതിൽ കെട്ടാനാണെന്നുണ്ടെങ്കിൽ പറയുന്നതിൽ ഒരർത്ഥമുണ്ട്. പിന്നെ ഇപ്പോൾ കാണിച്ചത് അയാൾ മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതാണ്. അതെന്ന് വെച്ചപ്പോൾ അയാൾ പിന്നെ കുത്തിയത് നിങ്ങൾക്കറിയാലോ, പർപ്പസ്ഫുള്ളി എന്നെ കൊല്ലാൻ വേണ്ടി കുത്തിയത് തന്നെയാണ്. ഈ സണ്ണിയുടെ ഇംഗിതത്തിന് വങ്ങത്തിന്റെ പേരിലാണ് ഈ ഉപദ്രവങ്ങൾ. ആ രീതിയിൽ അയാൾ എന്നോട് പെരുമാറിയിരുന്നു. ഞാനത് സ്ട്രിക്റ്റ് ആയിട്ട് വാൻ ചെയ്ത് ഒരു 4-5 മാസമായിട്ട് പിന്നെ ആ രീതിയിലൊന്നും എന്നോട് പെരുമാറില്ല. മുമ്പ് പെരുമാറിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മുമ്പ് ഈ വിഷയത്തിൽ പരാതി കൊടുത്തിരുന്നു ഏതെങ്കിലും രീതിയിൽ? ഇല്ല. അയാൾ ഇതിനു മുമ്പ് ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിലുള്ള ഒരു കേസിൽ സാക്ഷിയാണ്. അപ്പോൾ ഇനി അതിൻ്റെ പേരിലൊരു പ്രശ്നം വേണ്ടാന്ന് വെച്ചിട്ട് അത് കേസിനും വഴക്കിനൊന്നും ഞാൻ പോയില്ല. ഞാൻ തന്നെ പറഞ്ഞു നിർത്താവുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ പറഞ്ഞു നിർത്താലോ എന്ന് കരുതി അങ്ങനെ ഞാൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും പോലീസ് മൊഴിയെടുത്തലെല്ലാം തൃപ്തി ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കി കൊടുക്കാനുണ്ട്. നിങ്ങളിവിടെ നിൽക്കണോണ്ടാണ് പോകുന്നത്. ശരി.